നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും വൈകാരിക പ്രതികരണവുമായി അതിജീവിതയ്ക്കെതിരായ രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിന് പിന്നാലെയാണ് പ്രതികരണം. വൈകൃതങ്ങൾ പറയുന്നവരുടെയും പ്രചരിപ്പിക്കുന്നവരുടെയും വീട്ടിലുള്ളവർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നും പോസ്റ്റിലുണ്ട്. മൊസിന അസു ചേരുന്നു. മൊസിന, ഈ മാർട്ടിൻ ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇറക്കിയ ആ വീഡിയോയാണ് അത്രയേറെ പ്രചരിപ്പിക്കപ്പെട്ടത്. അത് വലിയ വേദനയുണ്ടാക്കി എന്നതാണ് പോസ്റ്റിലൂടെ പറയുന്നത്. ധന്യ, അങ്ങനെ തന്നെയാണ്. അതായത് വളരെ വൈകാരികമായ ഒരു കുറിപ്പാണ് അതിജീവിത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അതിക്രമം നടന്നത്, അപ്പോൾ തന്നെ പരാതിപ്പെട്ടത് തെറ്റാണ്, അത് സംഭവിച്ചത് വിധിയാണെന്ന് കരുതി ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പിന്നീട് അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നാൽ അപ്പോൾ ചില ആളുകൾ പറയും, അന്നേ എന്തുകൊണ്ടത് അറിഞ്ഞില്ല. അങ്ങനെ പറയുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ താൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു. അത്രയും വൈകാരികമായ രീതിയിലൊരു കുറിപ്പാണ് അതിജീവിത പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം പ്രതി മാർട്ടിൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോക്കെതിരെയും അതിജീവിത പറയുന്നുണ്ട്. അവസാന വാക്കായി പറയുന്നത്, വൈകൃതങ്ങൾ പറയുന്നവരുടെയും പ്രചരിപ്പിക്കുന്നവരുടെയും വീട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഞാനൊരു ഇരയല്ല, ഞാനൊരു അതിജീവിതയല്ല, ഞാൻ സാധാരണ മനുഷ്യനാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്നുള്ള അതിവൈകാരികമായ ഒരു ഉള്ളിൽ തട്ടുള്ള ഒരു കുറിപ്പാണ് അതിജീവിത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വിധി വന്നതിന് ശേഷം വലിയ രീതിയിലാണ് ഈ അതിജീവിതക്കെതിരെയും മറ്റും വലിയ രീതിയിൽ, പ്രത്യേകിച്ച് മാർട്ടിന്റെ വീഡിയോ പ്രചരിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വൈകാരിക കുറിപ്പുമായി അതിജീവിത രംഗത്ത് വന്നിരിക്കുന്നത്. ധന്യ. ശരി, മോസന.